കിച്ച സുദീപയുടെ മോസ്റ്റ് റിക്വസ്റ്റഡ് കന്നഡ മൂവി ആയിട്ടുള്ള മാക്സിൻ്റെ തമിഴ് ഡബ് വേർഷൻ കാണാൻ വേണ്ടി PVR ലുലുവിലുള്ള ഓഡിറ്റോറിയം 2 വന്നിരിക്കുകയാണ്. ആസ്പെക്ട് റേഷ്യോ സ്കോപ്പും ഫ്ലാറ്റായിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന മോട്ടറൈസ്ഡ് ഫ്ലാറ്റ് സ്ക്രീനോടുകൂടിയ ഒരു തിയേറ്ററാണിത്. പക്ഷേ സ്ക്രീൻ സ്വിച്ച് ചെയ്യാത്തതുകൊണ്ട് മുകളിലടിയും ബ്ലാക്ക് ബാർ ഉണ്ടായി. കിച്ച സുദീപയുടെ മാക്സ് കന്നഡ മൂവിയാണ്. ഞാൻ കണ്ടത് തമിഴ് ഡബ്ബാണ്. ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഒരുപാട് റിക്വസ്റ്റാണ് നമ്മുടെ ചാനലിൽ കമൻസായിട്ടും ഇൻസ്റ്റാഗ്രാം മെസ്സേജസായിട്ടും എനിക്ക് കിട്ടിയത്. ഈ സിനിമ ഒറിജിനലി കന്നഡയിൽ കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ തന്നെ ഇറങ്ങിയതാണ്. പക്ഷെ നമ്മളിവിടെ കേരളത്തിൽ 1-ാം തീയതിയാണ് റിലീസായത്. മലയാളം ഡബ്ബ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, പക്ഷേ ഞാനെങ്ങും കണ്ടില്ല. പ്രോപ്പറായിട്ട് നല്ലൊരു തിയേറ്റർ ഈ സിനിമക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. വനിതയിൽ ഈ ഷോ ഇല്ല. അതായത് പുതിയ വനിത സിനിപ്ലക്സിൽ ഷോ ഇല്ല, ഫോറം മോളിൽ ഷോ ഇല്ല. ഇപ്പോൾ തമ്മിൽ ഭേദം തൊമ്മ എന്നുള്ള രീതിയിൽ ഇന്ന് രാവിലെ ഞാൻ സോണിക് ദ ഹെഡ്ജ്ഹോഗ് 3 കണ്ട അതേ തിയേറ്ററിൽ തൊട്ടടുത്ത സീറ്റിൽ തന്നെയായിരുന്നാണ് ഈ സിനിമ കണ്ടത്. വീണ്ടും എന്നെ ഓഡി 2 PVR ലുലു മോൾ അത്ഭുതപ്പെടുത്തി. ഏതൊക്കെ സിനിമ, എത്ര രൂപയായ ടിക്കറ്റ്, DCP ഏതാണ്, ഏത് സ്ക്രീനിൽ ഏത് തിയേറ്ററിലാണ് കണ്ടത്, എത്ര ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ എൻ്റെ സ്പ്രെഡ്ഷീറ്റ് എടുത്ത് നോക്കിയാൽ മതി. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻബോക്സിലും ഉണ്ട്. പക്ഷെ എന്നെ ഞെട്ടിച്ചു. ഇത് 2K ആണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ എന്തോ ചെയ്തിട്ടുണ്ട് PVR ലുലു മോള്. ഓഡി 2 ലെൻസ് മാറ്റി വെക്കുകയോ അങ്ങനെ എന്തോ പരിപാടി ചെയ്തിട്ടുണ്ട്. പ്രൊജക്ടർ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ലെൻസ് എന്തോ ചേഞ്ച് ചെയ്യുക എന്തോ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഡിഫറൻസ് ഇടേ. ഇന്ന് തന്നെ 2ാമത്തെ പടമല്ലേ ഞാൻ കാണുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ലൈറ്റ് എഞ്ചിൻ മാറ്റി എന്താണ് ചെയ്തേക്കണമെന്ന് എനിക്കറിയില്ല. എന്തോ കാര്യമായ ഡിഫറൻസ് ഉണ്ട്. അല്ലെങ്കിൽ എല്ലാവരും നന്നായോന്ന് അറിയില്ല, നല്ല നല്ല DCPs അയച്ചു കൊടുത്തതിൻ്റെയാണ്, എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഭയങ്കര രസമായിരുന്നു ഈ സിനിമ കാണാൻ. കമ്മിങ് ബാക്ക് ടു ദ മൂവി, ഈ സിനിമക്ക് പോകാനുള്ള മെയിൻ റീസൺ ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്തത് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന്. 2ാമത്തെ റീസൺ, എനിക്ക് കിച്ച സുദീപേനെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ ഫേവററ്റ് മൂവി എൻ്റെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈച്ച. വേറെ ലെവലായിട്ട് പുള്ളി പെർഫോം ചെയ്തൊരു പടമാണ് വിക്രാന്ത് റോണ. ഞാൻ വനിത സ്ക്രീൻ 1 പോയി കണ്ട സിനിമയാണ്. 3D അതിഗംഭീരമായിരുന്നു ഈ സിനിമയുടെ. നിങ്ങൾ എത്ര പേര് ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, വിക്രാന്ത് റോണ. അതുകൊണ്ടാണ് ഞാൻ ഈ പോസ്റ്റർ വെക്കാൻ കാരണം. ഈ സിനിമ 3Dയിൽ തിയേറ്ററിൽ പോയി കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയണം. അത്രയ്ക്കിടു 3D എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമയായിരുന്നു. ഇതിനകത്ത് കുറച്ച് ആരോ ഷോട്ട്സും പരിപാടികളൊക്കെ ഉണ്ട്. കിടിലും 3D ആയിരുന്നുണ്ട്, അടിപൊളി 3D. അത് ഞാൻ വനിതയെ തന്നെ കണ്ട പടം. 3D ആയതുകൊണ്ട് വെറുതെ ഒന്ന് പോയി കണ്ടുനോക്കാമെന്ന് വെച്ച് കണ്ടതാണ്. ഗംഭീര പടമായിരുന്നു. അപ്പോൾ കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് കുറേ നല്ല നല്ല സിനിമകൾ നൽകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഷെട്ടി ബ്രദേഴ്സ്, മച്ചാൻ പൊതുവെ ആക്ഷൻ സ്റ്റാറാണ് അവിടുത്തെ. അപ്പോൾ പുള്ളിക്ക് ഒരു പ്രത്യേക പേരൊക്കെ ഉണ്ട്, ബാദ്ഷാ എന്നൊക്കെയാണ് എല്ലാവരും വിളിക്കുന്നത്. എന്തായാലും പുള്ളി ഒരു മാസ് ഫിഗറാണ്. ഭയങ്കര സ്വാഗും ഓറയാണ് ഈ പുള്ളിക്ക്. പുള്ളി പ്രത്യേകിച്ച് പോലീസ് വേഷമൊക്കെ ചെയ്തുകൊണ്ട് വന്ന ഇവിടെ ഭയങ്കര രസമാണ്. പുള്ളി എന്താണെന്നറിയില്ല, പുള്ളിക്ക് എന്തോ ഒരു വേറെ ലെവൽ സ്വാഗ് ഉണ്ട്. കന്നഡ നടന്മാർ കുറേ പേർക്ക്, ശിവരാജ് കുമാർ, നിങ്ങളെല്ലാവരും ജയിലറിലുള്ള ഓർമ്മയുണ്ടല്ലോ, ഈവൻ ധനുഷിൻ്റെ കൂടെ ക്യാപ്റ്റൻ മില്ലറിൽ എന്ത് സ്വാഗായിരുന്നു അറിയാമോ പുള്ളിക്കൊക്കെ. അപ്പോൾ ഇങ്ങനെ കുറച്ച് നടന്മാരുണ്ട് കന്നഡയിൽ, അവർക്ക് ഭയങ്കര സ്വാഗാണ്. പുള്ളി അതിൽ മുന്തിയന ഐറ്റമാണ്. ഭയങ്കര സ്വാഗാണ്. കട്ട എത്ര പ്രായമുണ്ടെന്ന് പോലും എനിക്ക് ഇപ്പോഴും അറിയില്ല. നിങ്ങൾക്ക് അറിയാൻ പ്രായം അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഗൂഗിൾ ചെയ്തിപ്പോൾ നോക്കുന്നില്ല. പ്രായം ഉണ്ടെങ്കിൽ പോലും എനിക്കൊന്നും പ്രായം തോന്നിക്കത്തേ ഇല്ല. ഫിറ്റ് ബോഡി എല്ലാം കൊണ്ട് കിടിലനുണ്ട്. ഒരു പർവ്വതം തന്നെയാണ് പുള്ളി. 6 അടി പൊക്കമുണ്ടെന്നുണ്ട് പുള്ളിക്ക്. എന്തായാലും ഈ സിനിമയിലും മാക്സ് എന്നുള്ള ഈ ക്യാരക്ടർ എന്താണ്, മാക്സ് എന്നൊക്കെ അറിയാൻ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാൽ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. കഥയിലേക്കൊന്നും ഞാൻ കാര്യമായിട്ട് കിടക്കുന്നില്ല. സിനിമ തുടങ്ങി ഒരു 5 മിനിറ്റ് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതെന്താടാ കെയ്തി പോലിരിക്കുന്നത്, നമ്മുടെ ലോകേഷ് കനകരാജ് കാർത്തിയുടെ കെയ്തി പോലിരിക്കുന്നത് എന്താണെന്ന് ഞാൻ വിചാരിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോൾ കെയ്തിയൊന്നുമല്ല, വേറെ സാധനമായിട്ട് മാറി. ഒരു രാത്രിത്തെ കഥയാണ് കാണിക്കുന്നത്, കെയ്തി പോലെയൊക്കെ തന്നെ. പക്ഷേ കെയ്തി അടിച്ചു മാറ്റിയൊക്കെ അങ്ങനെ ഒന്നുമല്ല ചെയ്തിരിക്കുന്നത്, വേറൊരു സാധനമാണ്. എനിക്ക് തോന്നണത് അത് ഭയങ്കര സിമിലാരിറ്റി തോന്നാൻ കാരണം കെയ്തി ഷൂട്ട് ചെയ്ത അതേ സെറ്റിലോ എവിടെയോ ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ കെയ്തിയിൽ അങ്ങനെ അല്ലായിരുന്നു പോലീസ് സ്റ്റേഷൻ. ഇനി അത് തന്നെയാണ്. കാരണം ഈ
രാമോജി ഫിലിം സിറ്റിയിൽ അല്ലെങ്കിൽ ചെന്നൈ ഫിലിം സിറ്റിയിലൊക്കെ കൊണ്ടുപോയിട്ടെ, മുംബൈ ഫിലിം സിറ്റിയിലൊക്കെ കൊണ്ടുപോയിട്ട് സെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ ഉപയോഗിക്കും. അപ്പോൾ റീവർക്കൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ബാഹുബലി തന്നെ കാണുന്ന ആ തെരുവ് നിങ്ങൾക്ക് വേറെ ഒരുപാട് സിനിമയിലൊക്കെ കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് തോന്നുന്ന സിമിലാരിറ്റി ആണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു ആ സെറ്റ് ഇട്ടേക്കണതിൻ്റെ ആ ഒരു സാധനം കാരണമാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു സിമിലാരിറ്റിയൊക്കെ. ഇപ്പോൾ ചില ഹിന്ദി സിനിമയിലൊക്കെ ഉണ്ട്, വരുൺ ധവൻ്റെയും കിയാറയുടെയും ഒരു ഭയങ്കര ഹിറ്റ് ഡാൻസ് പാട്ടുണ്ട്. ആദ്യ ലൊക്കേഷനിൽ തന്നെയാണ് നമ്മുടെ ജുംകാ ഗിറാറേ, ആലിയ ഭട്ടും റൺവീറുമായിട്ടൊരു സിനിമ ഉണ്ടായിരുന്നില്ല, റോക്കി ഓർ റാണിക്ക് പ്രേം കഹാനിയിലുള്ള ആ പാട്ടും എടുത്തേക്കണ സെയിം സ്റ്റുഡിയോ തന്നെ, യാശ്രാജാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അതേ ഫ്ലോറിൽ തന്നെ ഒരുപാട് സിനിമകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഇതല്ലേ എന്നൊക്കെ തോന്നിപ്പോണ രീതിയിൽ എനിക്ക് ഇതിനകത്ത് ഫീലായി. പക്ഷേ ഇതൊന്നും ഒരു വിഷയമല്ലായിരുന്നു. ഈ സിനിമ ഒരു പക്ക പോപ്കോൺ പടമാണ്. അതായത് കുറച്ച് പോപ്കോൺ എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കുറിച്ചുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പറ്റിയ ഒരു പോപ്കോൺ പടം. പക്ഷേ എനിക്കൊരു എതിരഭിപ്രായം ഉള്ളത്, ഈ സിനിമ കന്നഡ ഇൻഡസ്ട്രിയിൽ കർണാടകയിൽ അവധിക്കാലത്ത് ഇറക്കിയ പോലെ തന്നെ ഇവിടെ അങ്ങനെ ചെയ്യണമായിരുന്നു. കാരണം ഇതൊരു അവധിക്കാല പടമാണ്. ഇപ്പോൾ പിള്ളേർക്കൊക്കെ സ്കൂൾ തുടങ്ങി, ക്ലാസ്സൊക്കെ തുടങ്ങി കോളേജുകളിലൊക്കെ. ഇത് ആ വെക്കേഷൻ ടൈമിൽ ഇറക്കേണ്ട പടമായിരുന്നു. സോണിക്ക് ആയിക്കോട്ടെ, ഈ സിനിമ ആയിക്കോട്ടെ, എല്ലാം വെക്കേഷൻ പടമായിരുന്നു. ഇതാണ് വെക്കേഷന് പോയി അടിച്ച് പൊളിച്ച് ഫാമിലിയൊക്കെ ആയിട്ടും ഫ്രണ്ട്സായിട്ടും കാണാൻ പറ്റിയ പടം. ഇത് ലീവ് യുവർ ബ്രെയിൻസ് അറ്റ് ഹോം അല്ലെങ്കിൽ ലീവ് യുവർ ലോജിക് അറ്റ് ഹോം ടൈപ്പ് പടം തന്നെയാണ്. ഇതൊരു മസാല പടമാണ്, പക്ഷെ നല്ല രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമ. വേറെ ലെവൽ പടം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഭയങ്കര രസമായിരുന്നുണ്ടേ. പക്ഷേ എത്ര പേര് ഈ പടം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും റിക്വസ്റ്റ് വന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ സിനിമ ട്രെയിലർ പോലും കാണാതാണ് ഈ സിനിമ കാണാൻ പോയത്. ഞാൻ ട്രെയിലർ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഈ മനുഷ്യൻ ഭയങ്കര സ്വാഗുള്ള മനുഷ്യനും ഭയങ്കര ഓറയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു മോശം സിനിമയെ പോലും പുള്ളി വന്ന് നിൽക്കുന്ന ആ ഫ്രെയിം അടിപൊളിയായിരിക്കും. അത് നമ്മൾ കബ്സയെ തന്നെ കണ്ടിട്ടുണ്ട്. കബ്സ എന്ന് പറഞ്ഞൊരു പടം, എന്താ കസ്ബേ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിനകത്ത് പുള്ളിയുണ്ട്, പക്ഷേ പുള്ളി വരുന്ന പോർഷൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. നമ്മുടെ ചില മലയാള നടന്മാരെ പോലെയാണ്. സിനിമ മോശമായാലും പുള്ളി ചെയ്യുന്ന പണി മോശമാവില്ല, പുള്ളിയുടെ ആക്ടിങ് മോശമാവില്ല എന്നൊക്കെ പറഞ്ഞ പോലെയാണ്. കലക്കൻ ഒരു ഓറയുള്ള ഒരു നടനായതുകൊണ്ട് തന്നെ ഈ സിനിമ ആ ഒരു ഓറയെ തന്നെ ഇങ്ങനെ പോയിരുന്നു. പിന്നെ അതുപോലെ ഇതിൻ്റെ ഡയറക്ടർ ഒരു പുതിയ ആളാണ്. ആളുടെ പേര് ഞാൻ നോക്കി വായിക്കാൻ തെറ്റിക്കാനുള്ള, എന്തോ വിജയ് അങ്ങനെ ഒരു പേരാണ്, വിജയ് കാർത്തികേയ എന്ന് പറഞ്ഞ ഒരാളാണ് കേട്ടോ. പുള്ളി എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. പുള്ളി ഇതിനു മുന്നേ നടനായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും ഫസ്റ്റ് ഡയറക്ടോറിയൽ പരിപാടിയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്തത്. പുള്ളി ചെയ്തൊരു ബ്രില്യൻറ്റ് പരിപാടിയുണ്ട്. തമിഴിൽ അഭിനയിക്കുന്ന കുറേ ആക്ടേഴ്സിനെയും ആക്ട്രസസിനെയും അതുപോലെ തന്നെ കന്നഡയിലും തെലുങ്കിലും എല്ലാവരും ഉള്ളവരെ ഇങ്ങനെ പലയിടത്തു നിന്നുള്ളവരെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ ഇന്ത്യൻ വൈബ് ഓൾറെഡി നമുക്ക് സിനിമയ്ക്ക് കിട്ടും. പിന്നെ ഞാൻ കണ്ടത് തമിഴായതുകൊണ്ട് തന്നെ വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിലായിരുന്നു. തമിഴ് സബ് ടൈറ്റിൽ ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ടുള്ള തമിഴായിരുന്നു. അപ്പോൾ ബ്രില്യൻ്റ്ലി കാസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. കാസ്റ്റിംഗ് ഡയറക്ടറിന് വലിയൊരു ഗൈഡ് നൽകിയേ പറ്റുള്ളൂ. കാരണം കാസ്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് മുഖപരിചയമുള്ള ആൾക്കാരും പല ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവരൊക്കെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഏത് സ്ഥലത്തും വർക്കാവുന്നുണ്ട് ഈ സിനിമ. നോർത്ത് ഇന്ത്യയിലോ സൗത്ത് ഇന്ത്യയിലോ എവിടെ കൊണ്ടുപോയിട്ടാലും, ബേസിക്കലി സൗത്ത് ഇന്ത്യയിൽ എവിടെ കൊണ്ടുപോയിട്ടാലും ഈ പടം വർക്കാവുന്ന എനിക്ക് ഫീൽ ചെയ്യണത്. എനിക്ക് തോന്നുന്നു ഇത് ഒരു പരിധി വരെ നോർത്ത് ഇന്ത്യക്കാർക്കും ഭയങ്കര ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത് കേട്ടോ. ഞാൻ ആദ്യം റിവ്യൂ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് അറിയാൻ പാടില്ല അവിടെ വർക്കായോ ഇല്ലയോ എന്നൊന്നും ഒരു പിടുത്തമില്ല. പുഷ്പായിട്ട് വർക്കാവുമെങ്കിൽ ഇത് പുട്ടും പഴം പോലെ വർക്കാവും. കാരണം ഇത് ആടിപ്പൊളിയായിരുന്നു പുഷ്പാട്ടും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ. എന്നിട്ട് വരലക്ഷ്മി ശരത് കുമാർ ഇപ്പോൾ ആൾ വണ്ണൊക്കെ കുറച്ച് ഭയങ്കര ഒരു, ഞാൻ ബോഡി ഷെയിം ചെയ്യണമല്ല, ഇപ്പോൾ ഭയങ്കര ഫ്ലെക്സിബിളായി ആൾ. ഭയങ്കര ഘോരഖന ഡയറ്റൊക്കെ ചെയ്ത ആൾ സെറ്റപ്പായിട്ടുണ്ട്. ഭയങ്കര ഒരു ഫിറ്റ് ഒരു ബോഡിയായി. ഇതിനകത്ത് ഒരു പോലീസ് ഓഫീസറായിട്ടാണ് അഭിനയിക്കുന്നത്. ഇതിന് മുന്നേ പുള്ളിക്കാരി പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് യൂണിഫോം ഇടാത്ത ഒരു പോലീസ് ഓഫീസറായിട്ട് ഒരു ഇതായിട്ടാണ്, കറപ്റ്റ് പോലീസ് ഓഫീസറായിട്ടാണ് നേറ്റീവ് റോളാണ് ചെയ്തിരിക്കുന്നത്. കലക്കനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സംയുക്ത ഹൊർണാട്, ടോബി എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കാണണം. അതിനകത്ത് സംയുക്തയുടെ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു. രാജ്ബി ഷെട്ടി പിന്നെ ചൈത്രാച്ചാർ ഇവരെല്ലാവരും അഭിനയിച്ചുള്ള പടമാണ്. കിട്ടില്ല പടം. ചൈത്രാച്ചാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. നമ്മുടെ സപ്തസാഗര ദാച്ചയിലോ സൈഡ് ബി പാർട്ട് 2 നടിയാണ്. അയ്യോ കിടിലൻ പടമാണ് ടോബി. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കിടിലൻ കന്നഡ പടമാണ്. ഞാനത് മലയാളം ഡബ്ബാണ് കണ്ടത്, ഷെണൈസിലാണ് കണ്ടത്. കിടിലൻ പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിനകത്ത് സംയുക്തയുടെ അഭിനയം സൂപ്പറായിരുന്നു. ഇതിനകത്തും സംയുക്ത വളരെ ഡീസൻ്റായിട്ട് നീറ്റായിട്ട് ക്ലീനായിട്ട് റോള് ചെയ്തിട്ടുണ്ട്. പിന്നെ സുഹൃത വാഗ്ലെ എന്ന് പറഞ്ഞ ഒരു നടിയുണ്ട്. ആൾ എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യൻ നടിയാണെന്നാണ് തോന്നുന്നത്, കന്നഡ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന.
എന്തായാലും പുള്ളിക്കാരിയുടെ റോള് ചിലയിടത്ത് കുറച്ച് ഒരു പൊടിക്ക് ഓവറായിട്ട് എനിക്ക് ഫീലായി, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. സുനിൽ നമ്മുടെ പുഷ്പയിൽ ഉൾപ്പെടെ ഒരുപാട് സിനിമയിലുള്ള സുനിൽ ഇതിനകത്ത് ഒരു നെഗറ്റീവ് റോളാണ് ചെയ്തിരിക്കുന്ന റോള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സുനിൽ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇളവരസ്, തമിഴിലൊക്കെ അഭിനയിക്കുന്ന ഇളവരസ്, റെഡിങ് ഇൻസിലി കുറേ നാൾക്ക് ശേഷം വെറുപ്പിക്കലല്ലാത്ത റോളിന് റെഡിങ് ഇൻസിലിയെ കണ്ടു. ഇതിനകത്ത് ആളത്ര വെറുപ്പിക്കലൊന്നുമല്ല, വളരെ തമ്മിൽ തൊമ്മൻ പെർഫോമൻസ് ആയിരുന്നു. ഈ അടുത്ത് കണ്ട മിക്ക പടങ്ങളിലും എനിക്ക് പുള്ളിനെ കാട്ടവരാതം വെറുപ്പിക്കലായിട്ടാണ് തോന്നിയത്. പക്ഷേ ഈ സിനിമയിലൊന്നും എനിക്ക് അങ്ങനെ വെറുപ്പിക്കലായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ള ആൾ കുഴപ്പമില്ലാതെ ചെയ്തിട്ട് പോയി. പ്രമോദ് ഷെട്ടി അടിപൊളിയായിരുന്നു. പ്രമോദ് ഷെട്ടീനെ ഞാനിപ്പോൾ എങ്ങനെ പറഞ്ഞു തരും. ബഗീരയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പുള്ളി, അതുപോലെ ARMൽ അഭിനയിച്ചിട്ടുണ്ട് പുള്ളി. പിന്നെ വേറെ ഏതാ സിനിമ ഞാൻ പുള്ളിയെ പല സിനിമയിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്. പൊതുവെ കന്നഡയിൽ തന്നെ അഭിനയിക്കുന്ന നടനാണ്. നിങ്ങൾ പുള്ളിയെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ടാലൊക്കെ പുള്ളി ഉള്ളതാണ്. എന്തായാലും പ്രമോദ് ഷെട്ടി നന്നായിട്ട് തന്നെ അഭിനയിച്ച് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് പേരുണ്ട്. എന്തായാലും ഒരു രസമുള്ള കുറച്ച് നല്ല ക്യാമറ വർക്കും കൂടി ഈ സിനിമയിലുണ്ട്. സാധാരണ നമ്മുടെ തമിഴ് മലയാള സിനിമയിൽ കാണുന്ന ടൈപ്പ് ക്യാമറ വർക്കല്ല. ഇതിനകത്ത് ഒരു സെറ്റ് ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സ്മോക്കും ലൈറ്റൊക്കെ വിതറിയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അത് ഭയങ്കര രസമായിരുന്നു കാണാൻ. നമുക്കത് മോശമായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. ഇതൊരു ആർട്ടിഫിഷ്യൽ ഇമാജിനറി ടൈപ്പ് വേൾഡാണ്. ഇതൊരു മസാലപ്പടമാണെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി തയ്യാറായിട്ടാണ് പോയിരിക്കുന്നത്. ഒരു കന്നഡ പടമുള്ളത്. നമ്മളപ്പോൾ കന്നഡ പടവും തെലുങ്ക് പടവും കാണുമ്പോൾ നമ്മൾ മിക്കപ്പോഴും ലോജിക്കിനെ പറ്റിയൊന്നും വലിയ കാര്യമായിട്ട് ചിന്തിക്കാറില്ല, അല്ലാതെ ഇരുന്നാണ് കാണാൻ ശ്രമിക്കാറ്. അതുകൊണ്ട് തന്നെ ഈ സീനൊക്കെ നല്ല രസമായിട്ട് തോന്നി. ഭയങ്കര നല്ല പിക്ചറിസ്ക് എന്നൊക്കെ പറയില്ല, അതുപോലെ ചില ഷോട്ടുകളൊക്കെ ഇടുമായിരുന്നു. ഒരു സീനുണ്ട്, കിച്ചാസ് ദുബെ ഒരു ഫാൻ ഇങ്ങനെ വലിയൊരു ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു എന്ത് രസമായിരുന്നു അറിയാം. അതുപോലെ ഇവരുടെ ഈ തെയ്യം പോലെയുള്ള പരിപാടി, കണ്ടാരയുള്ള സംഭവമില്ല, അതുപോലത്തെ പരിപാടി ഇങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പുള്ളി ഡാൻസ് കളിച്ച് വന്നൊക്കെ ഉണ്ട്. എനിക്ക് എവിടെയൊക്കെ രാജ്ബി ഷെട്ടിയുടെ ഒരു വൈബ് അടിച്ചു. ആ രാജ്ബി ഷെട്ടിയുടെ വേറെ വൈബാണ്, മംഗലപുരം വേറെ സാധനമാണ്, എന്താണ് അർഗ സ്റ്റൈലാണ്. പുള്ളി ഇത് സ്റ്റൈലിഷ് വെർഷൻ അതിൻ്റെ. പിന്നെ കിച്ചാസ് ദീപയുടെ മുടി, ഞാൻ അതിൻ്റെ ഒരു ഫാനാണ്. പുള്ളി മുടി വളർത്തിയ പുള്ളിയുടെ ലുക്ക് ഉണ്ടല്ലോ. പുള്ളിയുടെ കുറച്ച് വേറെ പടമൊക്കെ ഉണ്ട്, ഹെബ്ബുലി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടവരാണെങ്കിൽ പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഞാൻ കണ്ടിട്ടില്ല ആ സിനിമ, പക്ഷേ അത് അതിൻ്റെ 1 2 എന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് നല്ലതാണെന്നാണ് പൊതുവെ ഉള്ളൊരു അഭിപ്രായം. ഞാൻ പടം കണ്ടിട്ടില്ല, അവിടെ പിടുത്തമില്ല. എൻ്റെ ഒരു ടേസ്റ്റിനൊത്ത പടമാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും സംഭവം ഈ പടം എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു. പിന്നെ സിനിമാറ്റോഗ്രാഫർ ശേഖർ ചന്ദ്ര, ഇങ്ങനെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ മ്യൂസീഷ്യൻ അജ്നീഷ് ലോകനാഥ്. പൊതുവേ ഷെട്ടി ബ്രദേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെട്ടി ഫ്രണ്ട്സ് എന്ന് വേണം പറയാൻ. രാജ്ബി ഷെട്ടി, രക്ഷിത് ഷെട്ടി, ഋഷഭ് ഷെട്ടി ഇവരുടെ സിനിമകൾക്കൊക്കെ മ്യൂസിക് ചെയ്യുന്ന മച്ചാനാണ് അജ്നീഷ് ലോകനാഥ്. ആള് അടിപൊളിയായിട്ട് സ്കോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഈ അടുത്ത് പുള്ളി കുറേ സിനിമയ്ക്ക് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. വരാനിരിക്കുന്ന കാണ്ടാര ലെജൻഡ് ചാപ്റ്റർ 1 പുള്ളി ചെയ്യണത്. ബഗീരയിൽ പുള്ളിയാണ് ചെയ്തത്, UIയിൽ പുള്ളിയാണ് ചെയ്ത് വെച്ചത്. UI ഓർമ്മിപ്പിക്കല്ലേ, അതിൻ്റെ അഭിപ്രായം ഞാൻ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കിയാൽ മതി. മഹാരാജയ്ക്ക് പുള്ളിയാണ് ചെയ്തത്. അപ്പോൾ കിടുക്കാച്ചി കുറേ പടങ്ങൾ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. വിരുപക്ഷ പുള്ളിയാണ് ചെയ്തത്. പിന്നെ ഹോസ്റ്റൽ ഹുഡുഗാരു ബെക്കാഡിഗ്, അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, ബോയ്സ് ഹോസ്റ്റൽ എന്ന് പറയാം. ഹോസ്റ്റൽ ഹുഡുഗരു ബെക്കഗിഡാരെ എന്ന് പറഞ്ഞ പടമുണ്ട്. വൻ വെറൈറ്റി പടമാണ്, എല്ലാവർക്കും പറ്റുന്ന പടമാണെന്ന് എനിക്കറിയില്ല. വേറെ ലെവൽ ഒരു വെറൈറ്റി പടമാണ്. അതിൻ്റെ മ്യൂസിക് പുള്ളി ചെയ്തേക്കണം. പിന്നെ നമ്മുടെ മംഗളവാരം, അതായത് ചൊവ്വാഴ്ച, അത് പാൻ ഇന്ത്യൻ സിനിമയായിരുന്നു. മംഗളവാരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടമാണ്. ഞാൻ ആ സിനിമയുടെ റിവ്യൂ ഇപ്പോഴും ഇട്ടിട്ടില്ല, എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ല. എനിക്ക് എന്നെ കിളി മാർച്ച പടമായിരുന്നു. അതിൻ്റെ ആ മ്യൂസിക് റീൽസിൽ ഭയങ്കര ഹിറ്റായിരുന്നു. അത് കിട്ടുന്ന സാധനമാണ്, അതൊക്കെ പുള്ളിയാണ് ചെയ്തേക്കണത്. അപ്പോൾ എന്തായാലും ഒരു വെടിക്കുള്ള സാധനമുണ്ട്. അടി വെടി പുക കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ പോപ്കോണൊക്കെ മേടിച്ച് കയറിക്കോ, നിങ്ങൾക്ക് പറ്റും ഈ സിനിമ. പക്ഷേ ലോജിക്കിൻ്റെ പിന്നാലെ പോകുന്നവരാണ്, അല്ലെങ്കിൽ ക്ലാസ് പടത്തിൻ്റെ ആൾക്കാരൊന്നും ഇതുവഴി പോയിട്ട് ഒരു കാര്യമില്ല. ഇതൊരു തികച്ചും എൻ്റർടൈനർ ഫോർമാറ്റിലുള്ള ഒരു വെക്കേഷൻ പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇഷ്ടപ്പെട്ടോന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു. അതിഗംഭീര പടമൊന്നും ഞാൻ പറയില്ല. എന്നാലും ഐറ്റം സോങ് അത്ര രസമുണ്ടായില്ല. കളറ് വാരി വെതറിലും സ്ലോ മോഷനും സിഗരറ്റ് വലിച്ചുകൊണ്ട് മാസ് കാണിച്ചു വരുന്ന നായകനും അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു പക്ക പോപ്കോൺ പടം. അങ്ങനത്തെ ഒരു പടം കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ പോവാം. നല്ല ആളുണ്ടായിരുന്നു, ഓൾമോസ്റ്റ് തിയേറ്റർ ഫില്ലായിരുന്നു ഈ ഷോയ്ക്ക്. അത്ര ആളുണ്ടായിരുന്നു പടം കാണാനായിട്ട്. തമിഴ് ഡബ്ബായോണ്ടാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും
കന്നഡികയായിട്ടുള്ള ആൾക്കാരും തമിഴ് ഓഡിയൻസും മലയാളികളും ഒക്കെ ഉണ്ടായിരുന്നു. ഈവൻ 2 നോർത്ത് ഇന്ത്യൻസിനെ ഞാൻ കണ്ടു. എനിക്കൊന്നും ഇപ്പോൾ എല്ലാവരും സൗത്ത് ഇന്ത്യൻ മൂവീസ് കാണാൻ തുടങ്ങിയതുകൊണ്ട്, കഴിഞ്ഞ കൊല്ലം നമ്മുടെ തമിഴിൽ നിന്ന് മലയാളത്തിൽ കിടിലം പടങ്ങൾ വന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഓൾറെഡി കന്നഡയിൽ നിന്നൊക്കെ ഒരുപാട് പടങ്ങൾ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടിട്ട് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ പടങ്ങളോട് നോർത്ത് ഇന്ത്യയിലുള്ളവർക്കും ഭയങ്കര ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. ഞാനുള്ള ഐമാക്സ് ഗ്രൂപ്പിലൊക്കെ ഉള്ള നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും നോർത്ത് ഇന്ത്യയിലുള്ളവരൊക്കെ ഒരു പടം പോലും മിസ് ചെയ്യാതെ മെയിൻ മലയാളം പടങ്ങളെല്ലാം പോയി കാണുന്നുണ്ട്. ഇപ്പോൾ എനിക്കറിയാവുന്ന കാർത്തിക് മച്ചാനുണ്ട്. മച്ചാൻ ഹൈദരാബാദിലാണ്. പുള്ളി എല്ലാ സിനിമയും ഓൾമോസ്റ്റ് മലയാള പടം എല്ലാം പോയി കാണാറുണ്ട്. കാർത്തിക് ബ്രോയുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ചെയ്തൊക്കെ കണ്ടു നോക്കുക. പുള്ളി ഭയങ്കര അടിപൊളി മനുഷ്യനാണ്. ഭയങ്കര ഒരു സിനിമ തിയേറ്റർ ആരാധകനാണ്. അപ്പോൾ എന്നെപ്പോലെ തന്നെ ഒരുപാട് സിനിമ കാണുന്ന ആളാണ്. മലയാളം പടം ഒന്നും മിസ് ചെയ്യാറില്ല. മാക്സിമം എല്ലാ പടങ്ങളും പോയി കാണാറുണ്ട്. നമ്മുടെ ശ്രേയ ആയിക്കോട്ടെ, KD ആയിക്കോട്ടെ, എല്ലാവരും വരുന്ന പടങ്ങൾ, മാർക്കോ ആയിക്കോട്ടെ, എല്ലാം പോയി കാണാനൊരു മാക്സിമം ശ്രമിക്കാറുണ്ട്. അവരൊക്കെ ഡൽഹി, മുംബൈ എന്നൊക്കെയാണ്. എന്നിട്ടും അവർ മലയാളം പടം കാണും. അപ്പോൾ എല്ലാവരും മലയാള സിനിമകളെ പറ്റി ഭയങ്കര അഭിപ്രായമാണ് അവർക്കൊക്കെ ആവേശം, അങ്ങനെ പല സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. ഇപ്പോൾ നമ്മുടെ തന്നെ ഗ്രൂപ്പിൽ അനുരാഗ്, അങ്ങനെ കുറേ ആളുകളുണ്ട്, ഒരുപാട് പേര്, നോയൽ, ഇവരെല്ലാവരും മലയാള സിനിമ കണ്ടിട്ട് മലയാള സിനിമയെ പറ്റി വളരെ നല്ല അഭിപ്രായങ്ങൾ പറയുന്നവരാണ്. അപ്പോൾ നമ്മുടെ ഐമാക്സ് ഗ്രൂപ്പിലുള്ള എല്ലാ പിള്ളേർക്കും വലിയൊരു നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു. എന്തായാലും നല്ല ഒരു ഓഡിയൻസിന് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇപ്പോൾ മലയാള സിനിമ കാണുന്നവരുടെയൊക്കെ ലിസ്റ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇൻ്റർവ്യൂസിനൊക്കെ കേട്ടിട്ടുണ്ട്, അങ്ങ് മാർട്ടിൻ സ്കോർസെസെ വരെ മലയാളം പടം കാണുന്നുണ്ട്. അങ്ങനത്തെ ലെവൽ സാധനമൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. പലയിടത്തുനിന്നും പല ആളുകളൊക്കെ നല്ല രീതിയിൽ മലയാള സിനിമ കാണുന്നുണ്ട്. ഇപ്പോൾ ഡയറക്ടേഴ്സ് റൗണ്ട് ടേബിൾ വന്നപ്പോൾ, ആക്ടേഴ്സ് റൗണ്ട് ടേബിളൊക്കെ വന്നപ്പോഴേക്കും രാജ്കുമാർ റാവു ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിനിമകളിലേക്ക് പേര് ചോദിച്ചപ്പോൾ മലയാള സിനിമകൾ, തമിഴ് സിനിമകളൊക്കെയാണ് പറഞ്ഞത്. ഓരോരുത്തരുടെ പെർഫോമൻസിനെ പറ്റി ചോദിച്ചപ്പോഴേക്കും ഫഹദിൻ്റെ പെർഫോമൻസ്, അങ്ങനെ ഓരോരുത്തരുടെ പെർഫോമൻസൊക്കെയാണ് ഇവർ എടുത്തു പറയുന്നത്. ഈവൻ രൺബീർ, ഓൾമോസ്റ്റ് ബോളിവുഡിലെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഹൃത്തിക് റോഷൻ രൺബീറാണ് പുതിയ തലമുറയിലെ ആക്ടേഴ്സിൽ ഏറ്റവും ഗംഭീരമായിട്ട് അഭിനയിക്കുന്നതാണ്. അവരോടൊക്കെ ചോദിച്ചപ്പോഴേക്കും മലയാള നടന്മാരുടെ പേരൊക്കെയാണ് അവർ പറയാറുള്ളത്. ഇന്ന പെർഫോമൻസ്, ആ പെർഫോമൻസ്, ഫഹദിൻ്റെ പെർഫോമൻസ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ മലയാള സിനിമ കാണാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം. ഈ സിനിമ ഞാൻ തമിഴ് ഡബ്ബാണ് കണ്ടത്. മലയാള ഡബ്ബ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഷോസ് ഇല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സിനിമ കാണേണ്ടത് നിങ്ങൾ വനിത സിനിപ്ലക്സിലോ PVRൻ്റെ ഫോറം മോളിലൊക്കെയാണ്. അവിടെ ഷോസ് ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഷോസ് ലിസ്റ്റ് ചെയ്താൽ എനിക്ക് തോന്നുന്ന ആളുകൾ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. ഞാൻ 4ഓളം ദിവസം കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ഞാൻ കണ്ടത്. 4 ദിവസം എന്തോ 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടാണ് കണ്ടത്. എന്നിട്ടും ഇത്ര ആളുണ്ടായിരുന്നു. ഒന്നാമത് ഈ സിനിമക്ക് വളരെ കുറവ് ഷോ ഉള്ളൂ. ഞാൻ പറയണത് ഒരുപാട് ഷോ ഇടണമെന്നൊന്നുമല്ല. ഒരു 7 മണിക്ക് ശേഷം ഒരു ഷോ എങ്കിലും PVR ഫോറം മോളിലും നമ്മുടെ വനിതയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഈ സിനിമ നല്ല പ്രൊജക്ഷനും സൗണ്ടുള്ളൊരു തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നാളെ വേറെ വീഡിയോ ഇട്ടണം. ബൈ ആൻഡ് താങ്ക് യു ഫോർ ദ റെക്കമെൻഡേഷൻ.